Hello everyone, welcome to EVS class. Today I am going to start a new lesson number 9, water. So water is very important for life. All living things need water. There is no life without water. അപ്പോൾ വെള്ളമില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. വെള്ളം നമുക്ക് നമ്മുടെ ജീവന് ഏറ്റവും അത്യാവശ്യമുള്ള ഒരു കാര്യമാണ്. Do you know 3/4 our earth's surface is covered with water? നമുക്കറിയാലോ നമ്മുടെ എർത്തിന്റെ 3/4 സർഫസും എന്താണ് വാട്ടർ വെച്ച് കവർ ചെയ്തേക്കാണ്. അതായത് നമ്മുടെ എർത്തിൽ ഏറ്റവും കൂടുതൽ ഏതാണ് വാട്ടർ. സോ ഇറ്റ് ലുക്സ് ബ്ലൂ. Therefore our earth is also called blue planet. അപ്പൊ നമ്മുടെ എർത്തിന് പറയുന്ന വേറെ പേരെന്താണ്? ബ്ലൂ പ്ലാനറ്റ്. എന്തുകൊണ്ടാ പറയുന്നേ? Because 3/4 of our earth's surface is covered with water. Okay. We need water for, നമുക്ക് വാട്ടർ എന്തിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാം? ഡ്രിങ്കിങ്, ബാത്തിങ്, കുക്കിംഗ്, വാഷിംഗ്, ക്ലീനിങ് എക്സെട്ര. എല്ലാ കാര്യത്തിനും നമുക്ക് വെള്ളം വേണം. പ്ലാന്റ്സ് ഓൾസോ നീഡ് വാട്ടർ ഫോർ ദിയർ ഗ്രോത്ത്. ആനിമൽസ് നീഡ് വാട്ടർ ഫോർ ഡ്രിങ്കിങ്, ബാത്തിങ് എക്സെട്ര. പ്ലാന്റ്സിനും വേണം, ആനിമൽസിനും വേണം, നമുക്കും വേണം. എന്ത്? വെള്ളം. നെക്സ്റ്റ്, സോഴ്സസ് ഓഫ് വാട്ടർ. ഇനി ഈ വെള്ളം നമുക്ക് എവിടുന്നാ കിട്ടുന്നേ? റെയിൻ ഈസ് ദ മെയിൻ സോഴ്സ് ഓഫ് ഫ്രഷ് വാട്ടർ. അപ്പൊ നമുക്ക് മെയിൻ ആയിട്ടും ഈ വെള്ളം കിട്ടുന്നത് മഴയിൽ നിന്നാണ്. വെൻ ദർ ഈസ് വെരി ലിറ്റിൽ ഓർ നോ റെയിൻഫോൾ ദർ എക്സിസ്റ്റ് ഷോർട്ടേജ് ഓഫ് വാട്ടർ. അപ്പൊ നമുക്ക് ഇപ്പൊ തന്നെ അറിയാം നമുക്ക് വെള്ളമൊക്കെ ഇച്ചിരി കുറഞ്ഞല്ലേ, കാരണം ഇപ്പൊ മഴയുണ്ടോ? അങ്ങനെ ഇല്ല. അപ്പം നേരത്തെ പെയ്ത മഴവെള്ളം നമ്മുടെ ഇങ്ങനെ ഭൂമിയിലുള്ളത് കൊണ്ടാണ് നമുക്ക് വെള്ളം കിട്ടുന്നത്. അപ്പൊ മഴ കുറയുമ്പോൾ നമുക്ക് വെള്ളത്തിന്റെ അളവും കുറയും. Otherwise, the rainwater gets collected in water bodies such as ponds, rivers, streams, and lakes. Some water also seeps to the ground and gets stored there. ഇനി ഇപ്പൊ നമുക്ക് മെയിൻ ആയിട്ട് നമുക്ക് വെള്ളം എവിടെയൊക്കെ കാണാൻ പറ്റുന്നത്? പോണ്ട്, കുളത്തില്, റിവേഴ്സ്, പുഴയില്, ദെൻ സ്ട്രീംസ് ആൻഡ് ലേക്സ്, കായലിലൊക്കെ നമുക്ക് വെള്ളം കാണാൻ പറ്റും. ഇൻ വില്ലേജസ് പീപ്പിൾ ഗെറ്റ് വാട്ടർ ഫ്രം ദ ലേക്സ്, റിവേഴ്സ് ആൻഡ് വെൽസ്. ഫാമേഴ്സ് ഡിഗ് വെൽസ് ആൻഡ് യൂസ് ട്യൂബ് വെൽസ് ടു പമ്പ് ഔട്ട് വാട്ടർ ഫോർ ദ ക്രോപ്സ്. ഇനി നമുക്ക് വില്ലേജിലൊക്കെ ആണെങ്കിൽ കുഴക്കിണർ കാണും, അല്ലെങ്കിൽ കിണറ്റിൽ നിന്നൊക്കെയാണ് നമ്മൾ വെള്ളം കോരിയെടുക്കുന്നത് അല്ലേ. In towns and cities, the waterworks store water in huge tanks. Before storing in tanks, water is made pure and then reaches the people through pipes. ഇനി വലിയ വലിയ ടൗണിലൊക്കെ അവർ വലിയ ലോറികളിലൊക്കെയാണ് വെള്ളം കൊണ്ടേ കൊടുക്കുന്നത്. കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ വാട്ടർ, ഡ്രിങ്കിങ് വാട്ടർ എന്ന് പറഞ്ഞ് ലോറിയിലൊക്കെ കൊണ്ടേ കൊടുക്കുന്നിട്ടില്ലേ. നെക്സ്റ്റ്, ഹൗ ഡസ് വാട്ടർ ബിക്കം അൺഫിറ്റ് ഓർ ഇംപ്യൂർ? ഇനി നമ്മൾ കുടിക്കുന്ന വെള്ളമൊക്കെ നല്ല വെള്ളമാണോ? അത് നമുക്ക് കിട്ടുന്ന വെള്ളം നല്ല വെള്ളമാണോ? അല്ല. അപ്പൊ അതെങ്ങനെയാ ചീത്തയാവുന്നേ? അൺഫിറ്റ് ഓർ ഇംപ്യൂർ. ഇംപ്യൂർ എന്ന് പറഞ്ഞാൽ ചീത്ത വെള്ളം, അഴുക്കുകളൊക്കെ ഉള്ള വെള്ളത്തിനാണ് ഇംപ്യൂർ എന്ന് പറയുന്നത് കേട്ടോ. ഓൾ വാട്ടർ ഈസ് നോട്ട് സേഫ് ഫോർ ഡ്രിങ്കിങ്. വാട്ടർ കണ്ടെയ്ൻ ഡിസീസ് കോസിംഗ് ജേംസ് ആൻഡ് ഹാംഫുൾ സബ്സ്റ്റൻസ്. അപ്പൊ നമ്മുടെ എല്ലാ വെള്ളത്തിനും നമുക്ക് നല്ല വെള്ളമല്ല, അതിൻ്റെ അകത്ത് അസുഖം വരുത്തുന്ന ജേംസ്, കീടാണുക്കളൊക്കെ ഉണ്ടാവും. വാട്ടർ ബിക്കംസ് ഇൻപ്യൂർ ഡ്യൂ ടു ദ ഫോളോയിങ് റീസൺസ്. അപ്പൊ ഏതൊക്കെ കാരണം കൊണ്ടാണ് വാട്ടർ ചീത്തയാവുന്നത്? ഡ്രെയിൻ വാട്ടർ പിക്സ് അപ്പ് ഡേർട്ട് ആൻഡ് ഡസ്റ്റ് ഓൺ റീച്ചിങ് ദ ഗ്രൗണ്ട്. ഈ മഴ നേരെ ഗ്രൗണ്ടിലോട്ട്, മണ്ണിലോട്ടല്ലേ വീഴുന്നേ. അപ്പൊ മണ്ണെന്ന് പറയുമ്പോൾ അവിടെ ഒത്തിരി കീടാണുക്കളൊക്കെ കാണില്ലേ, അതൊരു കാരണമാകാം. ഇഫ് ഡേർട്ടി ക്ലോത്ത്സ് ആർ വാഷ് നിയർ ദ സോഴ്സ് ഓഫ് വാട്ടർ. ഇനി നമ്മൾ പുഴയിലൊക്കെ ചെന്ന് ഡ്രസ്സ് അലക്കില്ലേ, ഇപ്പൊ നമ്മൾ അതുപോലെ എത്ര ആൾക്കാരായിരിക്കും അലക്കുന്നേ, അങ്ങനെ ആ അഴുക്കളെല്ലാം വന്ന് വെള്ളം ചീത്തയാകാം. ഇഫ് ആനിമൽസ് ആൻഡ് പീപ്പിൾ ഡെഫിക്കേറ്റ് നിയർ വാട്ടർ ബോഡീസ്. ഈ ആനിമൽസും നമ്മൾ ആൾക്കാരൊക്കെ ഈ നദി, ആ പുഴയുടെ ഒക്കെ തീരത്ത് ചെന്നിരുന്ന് ഡെഫിക്കേറ്റ് എന്ന് പറഞ്ഞാൽ മലമൂത്ര വിസർജനം നടത്തുന്നു. അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും വെള്ളം ചീത്തയാകും. ഡ്രെയിൻസ് ആർ ഓൾസോ ഡിസ്ചാർജ് ഇൻ ടു ദ റിവേഴ്സ്. ഡ്രെയിൻസ്, ഈ ഓടകളുണ്ടല്ലോ, ഓടകളിൽ നിന്നുള്ള വെള്ളമൊക്കെ, അഴുക്ക് വെള്ളമൊക്കെ ചെന്ന് പുഴയിലോട്ട് ചെന്ന് വീഴുന്നു. ഫാക്ടറീസ് ത്രോ ദയർ വേസ്റ്റ് ഇൻ ടു ദ റിവേഴ്സ്. ഇനി ഫാക്ടറികളിൽ നിന്നുള്ള വേസ്റ്റ് വെള്ളത്തിലോട്ടൊക്കെ വിടുന്നു. അപ്പൊ അങ്ങനെയൊക്കെ വെള്ളത്തിലോട്ട് എല്ലാ അഴുക്കുകളും വെള്ളത്തിലോട്ട് വിടുമ്പോൾ എന്ത് പറ്റും? പുഴയിലോട്ടൊക്കെ വിടുമ്പോൾ, റിവേഴ്സിലോട്ട് വിടുമ്പോൾ അത് മുഴുവൻ ചീത്തയായി പോകും. ഓക്കെ. നെക്സ്റ്റ്, ഡ്രിങ്കിങ് വാട്ടർ. ദ വാട്ടർ വിച്ച് ഹാസ് നോ ജേംസ് ഓർ ബാക്ടീരിയ ഈസ് ഫിറ്റ് ഫോർ ഡ്രിങ്കിങ്. ഇറ്റ് ഷുഡ് ബി കളർലെസ് ആൻഡ് ഷുഡ് നോട്ട് ഹാവ് എനി സ്മെൽ ടു. അപ്പൊ ഡ്രിങ്കിങ് വാട്ടറിന് കളർലെസ് ആയിരിക്കും, ഒരു സ്മെല്ലൊന്നും ഉണ്ടായിരിക്കില്ല. ഓക്കെ. നെക്സ്റ്റ് പേജ്. ഡ്രിങ്കിങ് വാട്ടർ ക്യാൻ ബി ഒബ്റ്റെയിൻഡ് ബൈ ബോയിലിംഗ് ആൻഡ് ഫിൽറ്ററിംഗ്. ഇനി നമുക്ക് നല്ല ഡ്രിങ്കിങ് വാട്ടർ കിട്ടണമെങ്കിൽ ഒന്നുകിൽ ബോയിലിംഗ് ചെയ്യണം. ബോയിലിംഗ് എന്ന് പറഞ്ഞാൽ തിളപ്പിക്കണം, അല്ലെങ്കിൽ ഫിൽറ്റർ ചെയ്യണം, അരിച്ചെടുക്കണം. ഫിൽറ്ററിംഗ് എന്ന് പറഞ്ഞാൽ അരിച്ചെടുക്കണം. ഓക്കെ. റിഗാർഡിംഗ് ഡ്രിങ്കിങ് വാട്ടർ വി ഷുഡ് നോട്ട് ഫോർഗെറ്റ് ടു കവർ ഇറ്റ് കെയർഫുള്ളി ടു സ്റ്റോർ ഇറ്റ് ഇൻ ക്ലീൻ വെസൽസ്. അപ്പൊ നമ്മൾ കുടിക്കുന്ന വെള്ളം നല്ലതായിട്ട് കവർ ചെയ്ത് വെക്കണം, അല്ലെങ്കിൽ അതോടൊപ്പം തന്നെ നല്ല ക്ലീൻ ആയിട്ടുള്ള പാത്രങ്ങളിൽ എടുക്കാവുള്ളൂ. ഓക്കെ. നെക്സ്റ്റ്, സ്റ്റേറ്റ്സ് ഓഫ് വാട്ടർ. ഇനി water is the elixir of life. It exists in 3 states: solid, liquid, gas. അപ്പം നമ്മുടെ വാട്ടറിന് 3 സ്റ്റേറ്റ് ഉണ്ട്: സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്.
എന്ന് പറഞ്ഞാൽ വാട്ടർ, നമ്മൾ വെള്ളം എടുക്കാറുണ്ടല്ലോ, ആ വെള്ളത്തിന് നമ്മൾ ലിക്വിഡ് എന്നാണ് പറയുന്നത്. വെള്ളം പോലെ ഇരിക്കുക, അതിന് നമ്മൾ ലിക്വിഡ് എന്ന് പറയും. എന്താണ് ലിക്വിഡ്? ഇമ്പോർട്ടൻ്റ് ആട്ടോ. വാട്ടറിനെ നമ്മൾ അതിന് പറയുന്ന ഇതാണ് ലിക്വിഡ്. ഓക്കെ, ഇനി ഈ വെള്ളം എടുത്ത് നമ്മൾ ഫ്രീസർ വെച്ചു. ഫ്രീസർ വെച്ച് കുറച്ച് കഴിയുമ്പോഴത്തേന് ആ വെള്ളം നല്ല കട്ടയായിട്ട് ഐസായിട്ട് മാറില്ലേ? ഇല്ലേ? അതിന് നമ്മൾ സോളിഡ് എന്ന് പറയും. എന്താണ്? സോളിഡ്. ഓക്കെ, ഇനി ഈ വെള്ളം എടുത്തിട്ട് നമ്മൾ ഗ്യാസിൽ വെച്ച് തിളപ്പിക്കുക, നന്നായിട്ട് തിളപ്പിക്കുക. അപ്പൊ തിളപ്പിക്കുമ്പം അതിന്റെ മുകളിൽ കൂടെ ഗ്യാസ് പോകുന്ന പൊങ്ങി പൊങ്ങി പോകുന്ന കണ്ടിട്ടില്ലേ? ആവി പോകുന്ന കണ്ടിട്ടില്ലേ? അതിന് നമ്മൾ ഗ്യാസ് എന്നാണ് പറയുന്നത്. അപ്പൊ വാട്ടർ തന്നെ 3 ഫോമിലായി മാറി. അതിനാണ് സ്റ്റേറ്റ്സ് ഓഫ് വാട്ടർ എന്ന് പറയുന്നത്. ഏതൊക്കെയാണ്? സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. നെക്സ്റ്റ് ഈസ് വാട്ടർ സൈക്കിൾ. Water cycle is the movement of water from the earth to sky and back to the earth. The sun plays the most important role in it. ഇനി നമ്മൾ പഠിക്കുന്നത് വാട്ടർ സൈക്കിൾ ആണ്. വാട്ടർ സൈക്കിൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ വെള്ളം ഉണ്ടല്ലോ, ഈ വാട്ടർ ഇങ്ങനെ ഒരു മൂവ്മെന്റ്, വാട്ടറിന്റെ മൂവ്മെന്റ് ആണ് പറയുന്നത്. അത് നമ്മുടെ എർത്തിൽ നിന്ന് വാട്ടർ ആകാശത്തോട്ട് പോകും, ആകാശത്തിൽ നിന്ന് തിരിച്ച് എർത്തിലോട്ട് വരും. അതെങ്ങനെയാന്ന് നോക്കാം. The sun heats the water in rivers, lakes, ponds and seas. സൺ ഉണ്ടല്ലോ, ഈ സണ്ണ് നമ്മുടെ റിവറിലെയും പോണ്ടിലെയും ഒക്കെ വെള്ളം എന്ത് ചെയ്യും? ഹീറ്റ്, ചൂടാക്കും. സം ഓഫ് ദിസ് വാട്ടർ ചേഞ്ചസ് ഇൻ ടു വാട്ടർ വേപ്പർ. അപ്പൊ ഈ വെള്ളം ചൂടാകുമ്പോൾ എന്ത് ചെയ്യും? അത് ആവിയായിട്ട് മാറും. ഈ ആവിക്ക് നമ്മൾ പറയുന്നതാണ് വാട്ടർ വേപ്പർ. എന്താണ്? വാട്ടർ വേപ്പർ. Water vapor rises up high in the air and cools down to form clouds with tiny droplets of water. ഈ വാട്ടർ വേപ്പർ എന്ത് ചെയ്യും? ഇനി ഞാൻ വാട്ടർ വേപ്പറിനെ പറയില്ല കേട്ടോ, അപ്പൊ ഓർത്തോണം, അത് ആവിയാന്ന് ഓർത്തോണം. അപ്പൊ ഈ വാട്ടർ വേപ്പർ ആകാശത്തോട്ട് പോകും, പൊങ്ങിപ്പോവും. അപ്പൊ ആകാശത്തോട്ട് പോയി കഴിയുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ അത് തണുത്തിട്ട് എന്ത് ചെയ്യും? ക്ലൗഡായിട്ട് മാറും. ഓക്കെ, അപ്പൊ നമ്മൾ ഈ കാണുന്ന ആകാശത്ത് കാണുന്ന ക്ലൗഡ് ഒക്കെ ഉണ്ടല്ലോ, അതെന്താ? അത് വാട്ടർ വേപ്പർ ആണ്. ഓക്കെ, അപ്പൊ ആ ആവി തണുക്കുന്നതാണ് ഈ മേഘമായിട്ട് മാറുന്നത്. അപ്പൊ ആ മേഘത്തിനകത്ത് മുഴുവൻ എന്തായിരിക്കും? വെള്ളമായിരിക്കും അല്ലേ? When the clouds meet, these tiny water droplets come together to form rain. അപ്പൊ അങ്ങനെ കുറേ മേഘങ്ങൾ ഇങ്ങനെ എപ്പോഴും, അപ്പൊ ഒരുപാട് വെള്ളം ഇങ്ങനെ ആവി, വാട്ടർ വേപ്പർ ആകാശത്തോട്ട് പോയിക്കൊണ്ടിരിക്കല്ലേ. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഒത്തിരി മേഘം ഉണ്ടാവും. അതെല്ലാം കൂടെ ഒരുമിച്ച് വന്നിട്ട് ഒരുമിച്ച് കൂടും. എന്നിട്ടാണ് അത് മഴയായിട്ട് താഴോട്ട് പെയ്യുന്നത്. ഓക്കെ, in colder places, these water droplets in the clouds come down in the form of snow. ഇനി തണുപ്പുള്ള സ്ഥലങ്ങളിൽ ഈ ഇങ്ങനെ മഴ പെയ്യുന്ന അവിടെ തണുപ്പായതുകൊണ്ട് ആ മഴയ്ക്ക് വരാതെ മഞ്ഞായിട്ടാണ് പെയ്യുന്നത്. Thus, the water is returned to rivers, lakes, ponds and seas in the form of rain and snow. അപ്പൊ എന്ത് ചെയ്യും? പിന്നെയും തിരിച്ച് ഈ വെള്ളം പുഴയിൽ നിന്നും റിവറിൽ നിന്നൊക്കെ ആ വാട്ടർ വേപ്പറായിട്ട് ആകാശത്തോട്ട് പോയ വെള്ളം തിരിച്ച് അതേപടി തന്നെ താഴോട്ട് നമ്മുടെ എർത്തിലോട്ട് വരും. ഓക്കെ, അതിനാണ് ഈ വാട്ടർ സൈക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, so that's all this chapter. See you next class.